ഡിയർ സ്റ്റുഡൻസ്, +1 എക്കണോമിക്സിന്റെ ഫോക്കസ് ഏരിയ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് നമ്മൾ ഫോക്കസ് ഏരിയയുമായി ബന്ധപ്പെട്ട ആദ്യത്തെ ക്ലാസ് ആണ്. അതിനകത്ത് നമ്മൾ ചർച്ച ചെയ്യുന്നത് ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ ആൻഡ് ഗ്ലോബലൈസേഷൻ എന്ന +1 എക്കണോമിക്സിലെ മൂന്നാമത്തെ ചാപ്റ്റർ ആണ്. ഈ ചാപ്റ്റർ ഫോക്കസ് ഏരിയയിൽ വളരെ വിശദമായിട്ട് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് അത് നമ്മൾ വളരെ വിശദമായിട്ട് തന്നെ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നുണ്ട്. ഇനി അതിൻ്റെ ഷോർട്ട് വീഡിയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്കും നമ്മൾ ഈ വീഡിയോക്ക് താഴെ നൽകിയിട്ടുണ്ട്. തീർച്ചയായും നിങ്ങൾക്ക് അതിലൂടെ ആ വീഡിയോയും കാണാനാവും. നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ന്യൂ ഇക്കണോമിക് പോളിസി അഥവാ 1991 നടപ്പാക്കിയ പുതിയ സാമ്പത്തിക നയം, ഒന്നുകൂടി പറഞ്ഞാൽ ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ എന്ന നയം. ഈ നയത്തിലേക്ക് നയിച്ചത്, അതിലേക്ക് ലീഡ് ചെയ്തത് പ്രധാനമായിട്ടും 1991 ഉണ്ടായ പ്രതിസന്ധിയാണ്, ക്രൈസിസ് ആണ്. 1991 പ്രതിസന്ധിയാണ്. ഏതൊക്കെ തരത്തിലുള്ള പ്രതിസന്ധികളാണ് 1991 നമ്മൾ ഫേസ് ചെയ്തത്? അത് പ്രധാനമായിട്ടും പൊളിറ്റിക്കൽ ഇൻസ്റ്റെബിലിറ്റിയാണ്, അഥവാ ഭരണപരമായിട്ടുള്ള രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു സ്ഥിരതയില്ലായ്മയാണ്. അതാണ് ഒരു കാരണം. രണ്ടാമത്തെ കാരണം ഹൈക്ക് ഇൻ പെട്രോളിയം പ്രൈസ് ഡ്യൂ ടു ഗൾഫ് വാർ ഇൻ 1990. 1990 ഗൾഫ് യുദ്ധം മൂലം പെട്രോളിയം വില ക്രമാതീതമായിട്ട് വർദ്ധിച്ചു. ഇന്ത്യയിൽ പെട്രോളിയം വില വർദ്ധിച്ചതാണ് മറ്റൊരു ക്രൈസിസ്, മറ്റൊരു പ്രതിസന്ധി എന്ന് പറയുന്നത്. ഈ പെട്രോളിയം വിലയിലെ വർധനവ് മൂലം തന്നെ വലിയ തോതിലുള്ള ഫിസ്ക്കൽ ഡെഫിസിറ്റ് ഉണ്ടായി. എന്താ ഫിസ്ക്കൽ ഡെഫിസിറ്റ് എന്ന് പറഞ്ഞാൽ? ധനക്കമ്മി എന്ന് പറയും. വലിയ തോതിലുള്ള ധനക്കമ്മിയും കൂടി ഉണ്ടായി. മറ്റൊന്ന്, ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ് വളരെയധികം കുറഞ്ഞു എന്നുള്ളതാണ്. ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ് എന്ന് പറയുമ്പോൾ എന്താണ്? വിദേശ വിനിമയത്തിലൂടെ നമ്മുടെ രാജ്യത്ത് ലഭിക്കുന്ന ആസ്തിയാണ് ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്. അത് കറൻസി ആയിട്ടും മറ്റു ആസ്തികളായിട്ടും റിസർവ് ബാങ്ക് കീപ്പ് ചെയ്യുന്നതാണ്. അത് വളരെയധികം, അതിന്റെ ശേഖരം, അതിന്റെ റിസർവ് വളരെയധികം കുറഞ്ഞു എന്നുള്ളതാണ് മറ്റൊരു ക്രൈസിസ്. മറ്റൊന്ന്, ബാലൻസ് ഓഫ് പേയ്മെന്റ് ക്രൈസിസ് ആണ്. നമ്മുടെ രാജ്യവും ലോകത്തെ മറ്റു രാജ്യങ്ങളും തമ്മിലുള്ള കൈമാറ്റങ്ങളുടെ ഒരു ബാലൻസ് ആണ് ബാലൻസ് ഓഫ് പേയ്മെന്റ് എന്ന് പറയുന്നത്. അത് മലയാളത്തിൽ പറയും അടവ് സിസ്റ്റം എന്ന് പറയും. ഈ അടവ് സിസ്റ്റത്തിലെ പ്രതിസന്ധിയാണ് മറ്റൊരു കാരണം. അപ്പോൾ അടവ് സിസ്റ്റത്തിൽ വലിയ തോതിലുള്ള പ്രതിസന്ധി നേരിട്ടു. മറ്റൊന്ന്, ഇൻഫ്ലേഷണറി പ്രഷേഴ്സ് വേഴ്സൺ ദ സിറ്റുവേഷൻ. വിലക്കയറ്റത്തിൽ വലിയ സമ്മർദ്ദം ഉണ്ടാക്കി. എല്ലാ സാധനങ്ങൾക്കും വിലക്കയറ്റമുള്ള ഒരു അവസരമായിരുന്നു 1991 കാലഘട്ടം. അത് സിറ്റുവേഷൻ ഒന്നുകൂടി വഷളാക്കി. അപ്പോൾ 1990 വലിയ തോതിലുള്ള വിലക്കയറ്റവും പ്രതിസന്ധിക്ക് കാരണമായിട്ടുണ്ട്. മറ്റൊന്ന്, ഇൻഎഫിഷ്യന്റ് മാനേജ്മെന്റ് ഓഫ് ദ എക്കോണമി. സമ്പദ് വ്യവസ്ഥയെ കൈകാര്യം ചെയ്തത്, മാനേജ് ചെയ്തത് വളരെയധികം കാര്യക്ഷമമല്ലാത്ത രീതിയിലായിരുന്നു, മോശമായിട്ടുള്ള രീതിയിലായിരുന്നു. ഇതും 1991 പ്രതിസന്ധിയിലേക്ക് നയിച്ചു. ഈ പ്രതിസന്ധി മറികടക്കുന്നതിനായി ഇന്ത്യ വേൾഡ് ബാങ്കിനെയും ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് അഥവാ IMFനെയും സാമ്പത്തിക സഹായം ലഭിക്കുന്നതിന് സമീപിക്കുകയുണ്ടായി. ഇങ്ങനെ സാമ്പത്തിക സഹായമായിട്ട് ഇന്ത്യക്ക് $7 ബില്യൺ ലഭിച്ചു. പക്ഷെ ഈ $7 ബില്യൺ ലഭിക്കുന്നതിന് ചില കണ്ടീഷൻസ്, ചില വ്യവസ്ഥകൾ ഈ രണ്ട് സ്ഥാപനങ്ങളും ഇന്ത്യക്ക് മുമ്പിൽ വെച്ചു. അതിൽ ഒന്നാമത്തെ കണ്ടീഷൻ ഇതായിരുന്നു, ഒന്നാമത്തെ വ്യവസ്ഥ ഇതായിരുന്നു: ലിബറലൈസ് ദ എക്കോണമി. സമ്പദ് വ്യവസ്ഥയെ പൂർണ്ണമായിട്ടും ഉദാരവൽക്കരിക്കുക. രണ്ടാമത്തെ കണ്ടീഷൻ, റിമൂവ് റെസ്ട്രിക്ഷൻസ് ഓൺ പ്രൈവറ്റ് സെക്ടർ. സ്വകാര്യ മേഖലയ്ക്കുള്ള നിയന്ത്രണം പരമാവധി നീക്കം ചെയ്യുക. അതാണ് രണ്ടാമത്തെ വ്യവസ്ഥ വെച്ചത്. മൂന്നാമത്തെ വ്യവസ്ഥ, റിമൂവ് റെസ്ട്രിക്ഷൻസ് ഓൺ ഇന്റർനാഷണൽ ട്രേഡ്. അന്താരാഷ്ട്ര വാണിജ്യത്തിന്റെ മേലുള്ള നിയന്ത്രണങ്ങളെല്ലാം നീക്കുക. അതാണ് മൂന്നാമത്തെ കണ്ടീഷൻ. നാലാമത്തെ കണ്ടീഷൻ, റിഡ്യൂസ് ദ റോൾ ഓഫ് ഗവൺമെന്റ് ഇൻ ഡിഫറെന്റ് സെക്ടേഴ്സ് ഓഫ് ദ എക്കോണമി. സമ്പദ് വ്യവസ്ഥയിലെ വിവിധ മേഖലകളുണ്ടല്ലോ, എല്ലാ മേഖലകളിലെയും സർക്കാരിന്റെ നിയന്ത്രണം, ഗവൺമെന്റിന്റെ നിയന്ത്രണം പരമാവധി കുറക്കണം. സർക്കാരിന്റെ റോള്, പങ്ക് അത് പരമാവധി കുറക്കണം. ഇതാണ് 4 കണ്ടീഷൻസ്. വേൾഡ് ബാങ്കും IMFും മുന്നോട്ട് വെച്ച വ്യവസ്ഥകൾ പാലിച്ചുകൊണ്ട് പുതിയ സാമ്പത്തിക പരിഷ്കാരങ്ങൾ കൊണ്ടുവരുന്നതിന് വേണ്ടി ഗവൺമെന്റ് 2 ഭാഗങ്ങളുള്ള പ്രോഗ്രാം അവതരിപ്പിച്ചു. അഥവാ ഗവൺമെന്റ് അവതരിപ്പിച്ചത് 2 പാർട്ട് പ്രോഗ്രാമാണ്. അതിൽ ഒന്നാമത്തത് സ്റ്റെബിലൈസേഷൻ മെഷേഴ്സ്, രണ്ടാമത്തത് സ്ട്രക്ചറൽ അഡ്ജസ്റ്റ്മെന്റ് പ്രോഗ്രാം. സ്റ്റെബിലൈസേഷൻ മെഷേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ഥിരതവൽക്കരിക്കുന്നതിനുള്ള പരിപാടികൾ. സ്ട്രക്ചറൽ അഡ്ജസ്റ്റ്മെന്റ് പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ ഘടനാപരമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടുള്ള പരിപാടികൾ. അപ്പോൾ സ്റ്റെബിലൈസേഷൻ മെഷേഴ്സിന്റെ പ്രത്യേകത അത് ഷോർട്ട് ടേം പ്രോഗ്രാമുകളാണ്, അഥവാ ഹ്രസ്വകാല പരിപാടികളാണ്.
ഹ്രസ്വകാലം പറഞ്ഞാൽ കുറഞ്ഞ കാലത്തേക്കുള്ള പ്രോഗ്രാമുകളാണ്. എന്താണ് അതുകൊണ്ട് ചെയ്യുന്നത്? ഇറ്റ് എയിം ടു കറക്റ്റ് എക്കണോമിക് ഇംബാലൻസസ് ലൈക്ക് ഫോറിൻ എക്സ്ചേഞ്ച് ക്രൈസിസ് ആൻഡ് ഇൻഫ്ലേഷൻ. വിലക്കയറ്റം പോലുള്ള വിദേശ വിനിമയത്തിലുള്ള പ്രതിസന്ധി പോലുള്ള താൽക്കാലിക പ്രശ്നങ്ങൾ, താൽക്കാലിക സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ട് രാജ്യത്തിൻ്റെ സാമ്പത്തിക വ്യതിയാനങ്ങളെ, സാമ്പത്തിക വ്യതിചലനങ്ങളെ കറക്റ്റ് ചെയ്യുക, സ്റ്റെബിലൈസ് ചെയ്യുക എന്നതാണ് പ്രധാനമായിട്ടും ഈ പരിപാടി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ താൽക്കാലികമായിട്ടുണ്ടായിരുന്ന പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചുകൊണ്ട് സമ്പദ് വ്യവസ്ഥയെ ഒന്ന് സുസ്ഥിരപ്പെടുത്തുക. രണ്ടാമത്തെ കാര്യം സ്ട്രക്ചറൽ അഡ്ജസ്റ്റ്മെന്റ് പ്രോഗ്രാമാണ്. അത് ഘടനാപരമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടുള്ള പ്രോഗ്രാമാണ്. ഇതൊരു ലോങ് ടേം പ്രോഗ്രാമാണ്. ഭാവിയിൽ ഉൽപാദനവും ഉൽപാദനക്ഷമതയും വർദ്ധിപ്പിക്കാൻ തക്കതായിട്ടുള്ള പരിപാടികളാണ് സ്ട്രക്ചറൽ അഡ്ജസ്റ്റ്മെന്റ് പ്രോഗ്രാം. ലോങ് ടേം മെഷേഴ്സ് ടു ഇംപ്രൂവ് ദ പ്രൊഡക്ടിവിറ്റി ഓഫ് ദ എക്കോണമി. സമ്പദ് വ്യവസ്ഥയിലെ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ദീർഘകാല പരിപാടികളാണ് സ്ട്രക്ചറൽ അഡ്ജസ്റ്റ്മെന്റ് പ്രോഗ്രാം. ആദ്യത്തെ ഒരു പരിഷ്കാരത്തിലേക്ക് നമുക്ക് പോവാം. സ്ട്രക്ചറൽ അഡ്ജസ്റ്റ്മെന്റ് പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് ആദ്യം നടപ്പാക്കിയ പരിപാടിയാണ് ലിബറലൈസേഷൻ അഥവാ ഉദാരവൽക്കരണം. വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണത്. എന്താണ് ലിബറലൈസേഷൻ അഥവാ ഉദാരവൽക്കരണം? ലിബറലൈസേഷൻ മീൻസ് ലിബറേറ്റിംഗ് ദ എക്കോണമി ഫ്രം ഗവൺമെന്റ് റെസ്ട്രിക്ഷൻസ് ഓൺ ദ എക്കണോമിക് ഗ്രോത്ത്. ഇറ്റ് എയിം ടു റിമൂവ് ദ ഗവൺമെന്റ് റെഗുലേഷൻസ്. ഉദാരവൽക്കരണം എന്ന് പറഞ്ഞാൽ സമ്പദ് വ്യവസ്ഥയെ ഗവൺമെന്റിന്റെ നിയന്ത്രണത്തിൽ നിന്നും പരമാവധി മോചിപ്പിക്കുക, അല്ലെ? സാമ്പത്തിക വളർച്ചയ്ക്ക് തടസ്സമാകുന്ന ഗവൺമെന്റ് എല്ലാ നിയന്ത്രണങ്ങളും നീക്കുക എന്നതാണ് ലിബറലൈസേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഗവൺമെന്റ് എല്ലാ കൺട്രോളും ഒഴിവാക്കുക, പ്രധാനമായിട്ടും പ്രൈവറ്റ് സെക്ടറിന്റെയും മറ്റും മുകളിലുള്ള നിയന്ത്രണങ്ങൾ പൂർണ്ണമായിട്ടും എല്ലാ മേഖലയിലും അത് പരമാവധി കുറയ്ക്കുകയോ ഒഴിവാക്കുകയോ ചെയ്യുക എന്നതാണ് ഉദാരവൽക്കരണം കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലെ? നമുക്കറിയാലോ, നേരത്തെയുള്ള ഒരു പ്രശ്നം എന്തായിരുന്നു? വലിയ തോതിലുള്ള ലൈസൻസിങ് സമ്പ്രദായം ഏർപ്പെടുത്തിയിരുന്നു. അതുകൊണ്ട് പ്രൈവറ്റ് മേഖലക്കൊന്നും കാര്യമായിട്ട് കടന്നു കയറാൻ കഴിഞ്ഞിരുന്നതില്ല. അതുപോലെ ഒരുപാട് മേഖലക്ക് റിസർവേഷൻ വെച്ചിരുന്നു. പൊതുമേഖലക്ക് മാത്രമായിട്ടുള്ള വ്യവസായങ്ങൾ, അതുപോലെ ചെറുകിട വ്യവസായങ്ങൾക്ക് മാത്രമായിട്ടുള്ള ഗുഡ്സ്, ഇങ്ങനെയൊക്കെ കുറെ റിസർവേഷൻസ് ഉണ്ടായിരുന്നു. അതുപോലെ MRTP ആക്ട് പോലുള്ള മൊണോപ്പൊളി റെസ്ട്രിക്റ്റീവ് ട്രേഡ് പ്രാക്ടീസ് ആക്ട്, MRTP ആക്ട്, കുത്തക നിയന്ത്രണ നിയമം, അല്ലെ? അതാണ് കുത്തക നിയന്ത്രണ നിയമം. ഇങ്ങനെയുള്ള ആക്ടുകൾ, അതുപോലെ ഫെറ ആക്ട്, ഫോറിൻ എക്സ്ചേഞ്ച് റെഗുലേഷൻ ആക്ട് എന്ന് പറയും, അഥവാ വിദേശ വ്യാപാര വിനിമയ നിയന്ത്രണ നിയമം. ഇതൊക്കെ പ്രധാനമായിട്ടും സ്വകാര്യ മേഖലയെയും മറ്റും നിയന്ത്രിക്കുന്ന, അല്ലെങ്കിൽ വിദേശ വാണിജ്യത്തെയും മറ്റും നിയന്ത്രിക്കുന്ന നിയമങ്ങളാണ്. ഇത്തരം നിയമങ്ങളൊക്കെ പ്രധാനമായിട്ടും നമ്മുടെ നാട്ടിലേക്ക് പുതിയ നിക്ഷേപങ്ങൾ വരുന്നത് തടസ്സപ്പെടുത്തി. ലൈസൻസിങ് പ്രശ്നം, റിസർവേഷൻ മാറ്റിയത്, അതുപോലെ കുത്തക നിയന്ത്രണ നിയമം, വിദേശ വിനിമയ നിയമം, ഇതൊക്കെ രാജ്യത്തേക്ക് പുതിയ നിക്ഷേപങ്ങൾ വരുന്നതിന് തടസ്സമായി. ഇത്തരം നിയമങ്ങൾ നീക്കുക എന്നതാണ് പ്രധാനമായിട്ടും ലിബറലൈസേഷൻ അഥവാ ഉദാരവൽക്കരണം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഉദാരവൽക്കരണം പ്രധാനമായിട്ടും നടപ്പാക്കിയത് ഇൻഡസ്ട്രിയൽ സെക്ടർ, വ്യവസായ മേഖലയിലാണ് ഒന്ന്. പിന്നെ ഫിനാൻഷ്യൽ സെക്ടർ അഥവാ ധനസംബന്ധമായിട്ടുള്ള സാമ്പത്തികമായിട്ടുള്ള മേഖലകൾ നടപ്പാക്കി. പിന്നെ ടാക്സ് സെക്ടർ അഥവാ നികുതി സംബന്ധമായിട്ടുള്ള മേഖലകളും ഉദാരവൽക്കരണം വലിയ തോതിൽ നടപ്പാക്കി. പിന്നെ ഫോറിൻ എക്സ്ചേഞ്ച്, വിദേശ വിനിമയത്തുമായി ബന്ധപ്പെട്ടും ലിബറലൈസേഷൻ അഥവാ ഉദാരവൽക്കരണം നടപ്പാക്കുകയുണ്ടായി. പിന്നെ ട്രേഡ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് ആണ്, വ്യാപാര നിക്ഷേപ മേഖലയിലും ലിബറലൈസേഷൻ നടപ്പാക്കുകയുണ്ടായി. നമുക്ക് ഈ ഓരോന്നും വളരെ ഡീറ്റെയിൽ ആയിട്ട് നോക്കേണ്ടതുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. നമുക്ക് അതിലേക്ക് പോകാം. ആദ്യം നമ്മൾ പരിശോധിക്കുന്നത് വ്യവസായ മേഖലയിൽ നടപ്പാക്കിയ പരിഷ്കാരങ്ങളാണ്, അഥവാ ഇൻഡസ്ട്രിയൽ സെക്ടർ റിഫോംസ്. അതിലൊന്നാമത്തത് ഡീലൈസൻസിങ് അഥവാ ലൈസൻസിങ് നിർത്തലാക്കി. സ്വകാര്യ മേഖലയെ നിയന്ത്രിക്കാൻ വലിയ തോതിൽ ലൈസൻസിങ് ഏർപ്പെടുത്തിയിരുന്നു, അത് നിർത്തലാക്കി. മറ്റൊന്ന് റിസർവേഷൻ ഓഫ് ഇൻഡസ്ട്രീസ് ടു പബ്ലിക് സെക്ടർ. പൊതുമേഖലയ്ക്ക് മാത്രമായിട്ട് ചില വ്യവസായങ്ങൾ സംവരണം ചെയ്തിരുന്നു, അവയുടെ സംവരണം പിൻവലിച്ചു. ചില വ്യവസായങ്ങൾ പൊതുമേഖലയ്ക്ക് മാത്രമായിട്ട് മാറ്റിവെച്ചിരുന്നു നമ്മൾ പഠിച്ചല്ലോ, അതൊഴിവാക്കി. റിസർവേഷൻ അഥവാ സംവരണം ഒഴിവാക്കി എന്നർത്ഥം. മറ്റൊന്ന് അമെൻമെന്റ് ഓഫ് MRTP ആൻഡ് ഫെറ. MRTP പോലുള്ള ഫെറ പോലുള്ള കരി നിയമങ്ങളെ പൂർണ്ണമായിട്ടും ഭേദഗതി ചെയ്തു. അമെൻമെന്റ് എന്ന് പറഞ്ഞാൽ ഭേദഗതി ചെയ്തു. അമെൻമെന്റ് ഓഫ് MRTP ആൻഡ് ഫെറ. MRTP പോലുള്ള ഫെറ പോലുള്ള കരി നിയമങ്ങളെ ഭേദഗതി ചെയ്തു. മറ്റൊന്ന് റിസർവേഷൻ ഓഫ് ഗുഡ്സ് ഫോർ സ്മാൾ സ്കെയിൽ സെക്ടർ. ചെറുകിട മേഖലക്ക് മാത്രമായിട്ട്, ചെറുകിട വ്യവസായങ്ങൾക്ക് മാത്രമായിട്ട് നീക്കി വെച്ചിരുന്ന ഗുഡ്സ് ഉണ്ടായിരുന്നു, ചില വസ്തുക്കൾ അങ്ങനെയും മാറ്റി വെച്ചിരുന്നു. അതിന്റെ റിസർവേഷൻ ഒഴിവാക്കി, അതിന്റെ സംവരണം ഒഴിവാക്കി, റിസർവ് ചെയ്തു നടത്താം. ചില
വസ്തുക്കൾ സ്വകാര്യ മേഖലയ്ക്ക് മാത്രമായിട്ട് മാറ്റിവെച്ചിരുന്നത് ഡീ റിസർവ് ചെയ്തു, അഥവാ അതിന്റെ ആ സംവരണം അങ്ങോട്ട് ഒഴിവാക്കി. ഇനി ഫിനാൻഷ്യൽ സെക്ടറിലുള്ള പ്രധാനപ്പെട്ട പരിഷ്കാരങ്ങൾ നോക്കാം, അഥവാ ധനകാര്യ മേഖലയിലുള്ള പരിഷ്കാരങ്ങൾ. അതിൽ ഒന്നാമത്തത് ബാങ്ക് ബ്രാഞ്ച് ലൈസൻസിങ് ലിബറലൈസ്ഡ്. ബാങ്കുകൾക്ക് ബ്രാഞ്ച് അനുവദിക്കുന്നതിനുള്ള ലൈസൻസ് അത് ഒന്നുകൂടി ഉദാരവൽക്കരിച്ചു. ആവശ്യാനുസരണം ലൈസൻസ് കൊടുക്കുന്ന രീതി തുടങ്ങി, അല്ലെ? പുതിയ ബ്രാഞ്ചുകൾ തുടങ്ങുന്നതിന് ആവശ്യാനുസരണം ലൈസൻസ് നൽകുന്ന രീതിയിലേക്ക് മാറി എന്നർത്ഥം. അതായത് ആ മേഖല ഒന്നുകൂടി ഉദാരവൽക്കരിച്ചു എന്നർത്ഥം. മറ്റൊന്ന് ഡെപ്പോസിറ്റ് ആൻഡ് ലെൻഡിങ് റേറ്റ് ഡീറെഗുലേറ്റഡ്. ഡെപ്പോസിറ്റ് റേറ്റ് നിക്ഷേപത്തിന്റെ മേലുള്ള പലിശ നിരക്ക്, ലെൻഡിങ് റേറ്റ് എന്ന് പറഞ്ഞാലോ കടം വാങ്ങുമ്പോൾ കൊടുക്കേണ്ട പലിശ നിരക്ക്, ഇതിന്റെ മേലൊക്കെയുള്ള സർക്കാരിന്റെ നിയന്ത്രണമൊക്കെ ഒഴിവാക്കി. ഡെപ്പോസിറ്റ് റേറ്റും അതുപോലെ ലെൻഡിങ് റേറ്റും ഇതൊക്കെ ഗവൺമെന്റ് കൺട്രോൾ ചെയ്തിരുന്നു, ആ നിയന്ത്രണമൊക്കെ ഒഴിവാക്കി, ഡീറെഗുലേറ്റ് ചെയ്തു. മറ്റൊന്ന് CRR ആൻഡ് SLR റിഡ്യൂസ്ഡ്. CRR SLR ഇതൊക്കെ റിസർവ് ബാങ്കിന്റെ വിവിധ നിരക്കുകളാണ്, വിവിധ റേറ്റുകളാണ്. അപ്പോൾ CRR SLR ഒക്കെ അടുത്ത ക്ലാസ്സിൽ സെക്കൻഡ് ഇയറിൽ നന്നായിട്ട് പഠിക്കാനുണ്ട്. ക്യാഷ് റിസർവ് റേഷ്യോ, സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ, എന്തായാലും റിസർവ് ബാങ്കിന്റെ വിവിധ നിരക്കുകളാണ്. ഇതൊക്കെ എന്ത് ചെയ്തു? റിഡ്യൂസ് ചെയ്തു, കുറച്ചു കൊണ്ടുവന്നു. മറ്റൊന്ന് ന്യൂ ജനറേഷൻ ബാങ്ക്സ് ലൈക്ക് ICICI, HDFC, HSBC, ആക്സിസ് ബാങ്ക് തുടങ്ങിയവയ്ക്ക് എന്ത് ചെയ്തു? അലോ ചെയ്തു. പുതുതലമുറ ബാങ്കുകളെ അനുവദിച്ചു, അല്ലെ? നമുക്ക് ഈ ചിത്രത്തിൽ കാണുന്ന പോലെ HDFC ബാങ്ക് പ്രൈവറ്റ് ബാങ്കാണ്, ICICI പ്രൈവറ്റ് ബാങ്കാണ്, ആക്സിസ് ബാങ്ക് പ്രൈവറ്റ് ആണ്, HSBC പ്രൈവറ്റ് ആണ്. ഇങ്ങനെ സ്വകാര്യ മേഖലയിലെ ബാങ്കുകൾക്ക് പ്രവർത്തനാനുമതി നൽകി എന്നുള്ളതാണ് മറ്റൊരു കാര്യം. മറ്റൊന്ന് ഇൻഷുറൻസ് സെക്ടർ വേർ അലൗഡ് ടു ദ പ്രൈവറ്റ് സെക്ടർ. സ്വകാര്യ മേഖലയിലേക്ക് ഇൻഷുറൻസ് സെക്ടറിലേക്ക് പ്രവേശനം അനുവദിച്ചു, അഥവാ സ്വകാര്യ മേഖലയെ ഇൻഷുറൻസ് മേഖലയിലേക്ക് വരാൻ അനുവദിച്ചു. മുമ്പ് പൊതുമേഖലയ്ക്ക് മാത്രമായിരുന്നു ഇൻഷുറൻസ് സെക്ടർ കൺട്രോൾ ചെയ്യാൻ പറ്റിയിരുന്നത്, LIC പോലുള്ള സ്ഥാപനങ്ങൾ മാത്രമായിരുന്നു. ഇപ്പോൾ സ്വകാര്യ മേഖലയ്ക്കും ഇൻഷുറൻസ് മേഖലയിലേക്ക് വരാവുന്ന രീതിയിലേക്ക് മാറി. മറ്റൊന്ന് ക്യാപിറ്റൽ മാർക്കറ്റ് ലിബറലൈസ്ഡ്, അല്ലെ? ക്യാപിറ്റൽ മാർക്കറ്റ് ഒന്നുകൂടി ഉദാരവൽക്കരിച്ചു. ഷെയർ മാർക്കറ്റ് പോലുള്ള മ്യൂച്വൽ ഫണ്ട്, ഷെയർ മാർക്കറ്റ് ഇതൊക്കെ അടങ്ങിയാണ് ഈ ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന അതിന്റെ നിയമങ്ങളും മറ്റും ഒന്നുകൂടി ഉദാരവൽക്കരിച്ചു. ഇതാണ് ഫിനാൻഷ്യൽ സെക്ടർ ഉണ്ടായ മാറ്റം എന്ന് പറയുന്നത്. ഇനി നികുതി പരിഷ്കാരങ്ങൾ ഒന്ന് പരിശോധിക്കാം. ടാക്സ് മേഖലയിലെ പരിഷ്കാരങ്ങൾ, ടാക്സ് റിഫോംസ്, അല്ലെ? അതിൽ ഒന്നാമത്തത് റിഡക്ഷൻ ഇൻ പേഴ്സണൽ ഇൻകം ടാക്സ്. വരുമാന നികുതിയിൽ കുറവ് വരുത്തി, അതാണ് ഒന്നാമത്തത്. വരുമാന നികുതി കുറച്ചു. രണ്ടാമത്തത് റിഡക്ഷൻ ഇൻ കോർപ്പറേഷൻ ടാക്സ്, കോർപ്പറേഷൻ ടാക്സ് കുറച്ചു. മൂന്നാമത് എക്സൈസ് ഡ്യൂട്ടി കുറച്ചു, റിഡക്ഷൻ ഇൻ എക്സൈസ് ഡ്യൂട്ടി. നാലാമത്തത് റിഡക്ഷൻ ഇൻ കസ്റ്റംസ് ഡ്യൂട്ടി, കസ്റ്റംസ് ഡ്യൂട്ടിയും കുറച്ചു. ഏറ്റവും അവസാനമായിട്ട് സംഭവിച്ച മറ്റൊരു പരിഷ്കാരമാണ് ഇൻട്രൊഡക്ഷൻ ഓഫ് GST. രാജ്യത്ത് GST നടപ്പാക്കി. 2017 ജൂലൈയിൽ GST നിലവിൽ വന്നത് നമുക്ക് എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ്, അല്ലേ? അപ്പോൾ പേഴ്സണൽ ഇൻകം ടാക്സും അതുപോലെ തന്നെ കോർപ്പറേഷൻ ടാക്സും എക്സൈസ് ഡ്യൂട്ടിയും കസ്റ്റംസ് ഡ്യൂട്ടിയും എല്ലാം കുറച്ചു. GST ഇന്ത്യയിൽ ഈ അടുത്ത കാലത്തായിട്ട് നടപ്പാക്കുകയുണ്ടായി. അതൊക്കെ സാമ്പത്തിക നികുതി മേഖലയിലുള്ള പരിഷ്കാരങ്ങളാണ്, അല്ലേ? ടാക്സിനെയും അതുപോലെ തന്നെ പബ്ലിക് എക്സ്പെൻഡിച്ചറിനെയും പബ്ലിക് ഡെപ്റ്റിനെയും, അല്ലെ, പൊതുചെലവിനെയും പൊതുകടത്തെയും നികുതിയെയും നിയന്ത്രിച്ചുകൊണ്ട് ഗവൺമെന്റിന് ചില നയങ്ങളുണ്ട്. ആ നയങ്ങളെ പറയുന്ന പേരാണ് ഫിസ്ക്കൽ പോളിസി. ഫിസ്ക്കൽ പോളിസി എന്ന് പറഞ്ഞാൽ എന്താണ്? നികുതി, പൊതുചെലവ്, പൊതുകടം ഇവയെ നിയന്ത്രിച്ചുകൊണ്ടുള്ള, അവ കൂട്ടിയും കുറച്ചുകൊണ്ടുള്ള ഗവൺമെന്റിന്റെ നയങ്ങൾക്ക് പറയുന്ന പേരാണ് ഫിസ്ക്കൽ പോളിസി അഥവാ ധനനയം എന്ന് പറയുന്നത്. ഈ ടാക്സിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ നമുക്കറിയാം, ടാക്സ് രണ്ട് തരത്തിലുള്ള ടാക്സ് ഉണ്ട്, നികുതി രണ്ട് തരത്തിലുണ്ട്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒന്ന് ഡയറക്റ്റ് ടാക്സ് അഥവാ പ്രത്യക്ഷ നികുതി, രണ്ട് ഇൻഡയറക്റ്റ് ടാക്സ് അഥവാ പരോക്ഷ നികുതി. ഡയറക്റ്റ് ടാക്സ് വളരെ ഈസിയാണ്, നമുക്ക് നേരിട്ട് അടക്കുന്ന ടാക്സ് ആണ്. ടാക്സ് പെയ്ഡ് ഡയറക്റ്റ്ലി ടു ദ ഗവൺമെന്റ് നേരിട്ട് അടക്കുന്ന ടാക്സ് ആണ്, വ്യക്തി അറിയുന്ന ടാക്സ് ആണത്, അല്ലെ? ഇൻകം ടാക്സ്, വരുമാന നികുതി, അതുപോലെ വെൽത്ത് ടാക്സ്, സ്വത്ത് നികുതി തുടങ്ങിയവയൊക്കെ ഡയറക്റ്റ് ടാക്സിന് ഉദാഹരണങ്ങളാണ്. ഇൻഡയറക്റ്റ് ടാക്സ് ശരിക്ക് ചുമത്തപ്പെടുന്ന ഒരു വ്യക്തിയിലും അടക്കുന്നത് വേറെ വ്യക്തിയായിരിക്കും, അല്ലെ? ഇപ്പൊ സാധനങ്ങളുടെ മേലൊക്കെ ചുമത്തുന്ന നികുതി അതുണ്ടാക്കുന്ന ആളല്ല ടാക്സ് അടക്കുന്നത്, പക്ഷെ അത് വാങ്ങുന്ന ആളാണ്, അല്ലെ? അപ്പോൾ ടാക്സ് ശരിക്ക് യഥാർത്ഥത്തിൽ ആരിലാണ് ചുമത്തപ്പെടുന്നത് അയാളല്ല അടക്കുന്നത്, വേറൊരാളാണ് ടാക്സ് അടക്കുന്നത്. ശരിക്ക് ടാക്സ് ഇൻഡയറക്റ്റ് ആയിട്ടാണ് അടക്കുന്ന ടാക്സ് ആണ് ശരിക്ക് പരോക്ഷ നികുതി. അടക്കുന്ന ആൾ ശരിക്കും ആ ടാക്സ് കൊടുത്തതായിട്ട് അറിയണമെന്നില്ല, അങ്ങനെ അടക്കുന്ന ആൾ നേരിട്ട് അടക്കണമെന്നില്ല. അങ്ങനത്തെ ടാക്സ് ആണ് ശരിക്ക് ഇൻഡയറക്റ്റ് ടാക്സ്. പ്രധാനമായിട്ടും പിന്നെ സെയിൽസ് ടാക്സ് അതിന് ഉദാഹരണമാണ്. സാധനങ്ങളൊക്കെ വാങ്ങുമ്പോൾ നമ്മൾ ടാക്സ് കൊടുക്കുന്നുണ്ട്, പക്ഷെ നമ്മൾ അറിയുന്നില്ലല്ലോ. അപ്പോൾ അത്തരം ടാക്സ്, സെയിൽസ് ടാക്സ് അതിനൊരു ഉദാഹരണമാണ്. എക്സൈസ് ഡ്യൂട്ടി ഒരു ഉദാഹരണമാണ്. ഇതൊക്കെ അതിന് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. എക്സൈസ് ഡ്യൂട്ടി, അതുപോലെ സെയിൽസ് ടാക്സ് തുടങ്ങിയവയൊക്കെ നമ്മളെ ഇൻഡയറക്റ്റ് ടാക്സിന് ഉദാഹരണങ്ങളാണ്.
ഇനി നമുക്ക് ഫോറിൻ എക്സ്ചേഞ്ച് റിഫോംസ് അഥവാ വിദേശ വിനിമയ പരിഷ്കാരങ്ങൾ, ഇതാണ് നമ്മൾ പരിശോധിക്കുന്നത്. ഇതിനകത്ത് ഒന്നാമതായിട്ട് ചെയ്തത്, ഇൻ 1991 റൂപ്പി വാസ് ഡിവാല്യൂഡ്. ഇന്ത്യൻ കറൻസി 1991 ഡീവാല്യൂറ്റ് ചെയ്തു. എന്താ ഡീവാല്യൂഷൻ എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഈസ് ദ റിഡക്ഷൻ ഇൻ ദ വാല്യൂ ഓഫ് ഡൊമസ്റ്റിക് കറൻസി വിത്ത് റെസ്പെക്ട് ടു ദ ഫോറിൻ കറൻസി. വിദേശ കറൻസിയുമായിട്ട് കമ്പയർ ചെയ്ത് നമ്മുടെ കറൻസിയുടെ, നമ്മുടെ രൂപയുടെ മൂല്യം കുറക്കുന്നതിന് പറയുന്ന പേരാണ് ഡീവാല്യൂഷൻ, അല്ലേ? അപ്പോൾ നമ്മുടെ ആഭ്യന്തര കറൻസിയുടെ അഥവാ ഇന്ത്യയുടെ കറൻസിയുടെ മൂല്യം ബോധപൂർവം 1991 കുറച്ചു. അതാണ് ചെയ്തത്. രണ്ടാമത്തെ കാര്യം, ഇന്ത്യ ഫോളോഡ് ഫിക്സ്ഡ് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം ടിൽ 1991. ദിസ് വാസ് റീപ്ലേസ്ഡ് ബൈ ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം, അല്ലെ? 1991 വരെ നമ്മൾ ഫിക്സ്ഡ് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം ആയിരുന്നു ഫോളോ ചെയ്തിരുന്നത്, പിന്തുടർന്നിരുന്നത്. ഇപ്പോൾ നമ്മൾ 1991 ശേഷം ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം നടപ്പാക്കി. അപ്പോൾ എന്താണ് ഫിക്സ്ഡ് എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ എന്താണ് എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറഞ്ഞാൽ? എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറഞ്ഞാൽ ദ റേറ്റ് അറ്റ് വിച്ച് വൺ കറൻസി എക്സ്ചേഞ്ച്ഡ് ഫോർ അനദർ. ഒരു കറൻസി മറ്റൊരു കറൻസിക്ക് കൈമാറുന്നൊരു നിരക്കുണ്ടല്ലോ, അല്ലേ? ഇപ്പോൾ ഉദാഹരണമായിട്ട് പറഞ്ഞാൽ, ഈ $1 വാങ്ങണമെങ്കിൽ നമ്മൾ 70 അല്ലെങ്കിൽ 73 ഇന്ത്യൻ രൂപ കൊടുക്കണം. അപ്പോൾ $1 എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറയുന്നത് 73 ഇന്ത്യൻ രൂപയാണ്. അഥവാ ഒരു കറൻസി വാങ്ങിക്കുമ്പോൾ നമ്മൾ കൊടുക്കേണ്ട വില തന്നെയാണ് എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ ഈ എക്സ്ചേഞ്ച് റേറ്റ് രണ്ട് രീതിയിൽ നിശ്ചയിക്കാൻ പറ്റും. ഒന്ന് ഫിക്സ്ഡ് എക്സ്ചേഞ്ച് റേറ്റ്, മറ്റൊന്ന് ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റ്. ഫിക്സ്ഡ് എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറഞ്ഞാൽ ആ രാജ്യം നിശ്ചയിക്കുന്ന അല്ലെങ്കിൽ സെൻട്രൽ ബാങ്ക് നിശ്ചയിക്കുന്ന എക്സ്ചേഞ്ച് റേറ്റ് ആണ്, അതിൽ മാറ്റം ഉണ്ടാവില്ല. പക്ഷെ ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റ് അങ്ങനെയല്ല. ഒരു രാജ്യത്തിന്റെ വിദേശ വിനിമയത്തിന്റെ ഡിമാൻഡും അതിന്റെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഒരു നിശ്ചയിക്കുന്ന വിനിമയ നിരക്കാണ് ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റ്. അത് ആരും നിശ്ചയിക്കുന്നതല്ല, അത് വിദേശ വിനിമയത്തിന്റെ ഡിമാൻഡ്, അതിന്റെ സപ്ലൈ, ഇതൊക്കെ നോക്കിയിട്ട് ഓട്ടോമാറ്റിക് ആയിട്ട് നിശ്ചയിക്കപ്പെടുന്നതാണ്. മാർക്കറ്റ് നിശ്ചയിക്കുന്ന എക്സ്ചേഞ്ച് റേറ്റ് ആണ്. ഗവൺമെന്റോ അല്ലെങ്കിൽ സെൻട്രൽ ബാങ്കോ ഇവരൊന്നല്ല നിശ്ചയിക്കുന്ന ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റ്. ഓട്ടോമാറ്റിക് ആയിട്ട് നിശ്ചയിക്കപ്പെടുന്ന എക്സ്ചേഞ്ച് റേറ്റ് ആണ് ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റ് അഥവാ അയവുള്ള വിനിമയ നിരക്ക്. ഫിക്സഡ് എക്സ്ചേഞ്ച് റേറ്റിന്റെ മലയാളം എന്താണ്? സ്ഥിര വിനിമയ നിരക്ക്. ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റ് അയവുള്ള വിനിമയ നിരക്ക്. അപ്പോൾ ഫിക്സ്ഡ് എക്സ്ചേഞ്ച് റേറ്റ് ഗവൺമെന്റ് നിശ്ചയിക്കുന്നതാണ്, അയവുള്ള വിനിമയ നിരക്ക് മാർക്കറ്റ് നിശ്ചയിക്കുന്നതാണ്, ഓട്ടോമാറ്റിക് ആയിട്ട് നിശ്ചയിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഉള്ളത് ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം അഥവാ അയവുള്ള എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റമാണ് നടപ്പാക്കിയത്. അത് 1991 പരിഷ്കാരങ്ങളുടെ ഒരു ഫലം കൂടിയാണ്. ഇനി ട്രേഡ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് റിഫോംസ്, വ്യാപാര നിക്ഷേപ മേഖലയിലെ പരിഷ്കാരങ്ങൾ. ഈ മേഖലയിലെ പരിഷ്കാരം കൂടി പരിശോധിച്ചുകൊണ്ട് നമുക്ക് ഈ ഭാഗം അവസാനിപ്പിക്കാം. ആദ്യമായിട്ട് ചെയ്ത പരിഷ്കാരം, ഈ മേഖലയിൽ ചെയ്ത പരിഷ്കാരം, ഇമ്പോർട്ട് ലിബറലൈസ്ഡ്, ഇറക്കുമതി ഉദാരവൽക്കരിച്ചു. അഥവാ ഇറക്കുമതിക്ക് മേലുള്ള നിയന്ത്രണം കുറച്ചു നടത്തും. സാധനങ്ങൾ ഇറക്കുമതി ചെയ്യുന്നതിൽ നിയന്ത്രണം കുറച്ചു. മറ്റൊന്ന് കോട്ട റിമൂവ്ഡ്. കോട്ട എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ കഴിഞ്ഞ ചാപ്റ്ററിൽ കേട്ടിട്ടുണ്ടാവും. ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങൾക്ക് അളവ് നിശ്ചയിക്കുന്നതിനാണ് കോട്ട എന്ന് പറയുക. ഈ കോട്ട പറ്റെ ഒഴിവാക്കി, പൂർണ്ണമായിട്ടും ഒഴിവാക്കി. മറ്റൊന്ന് ഇമ്പോർട്ട് ഡ്യൂട്ടീസ് റെഡ്യൂസ്ഡ്, ഇറക്കുമതി ചുങ്കം അത് കുറച്ചു, ഇറക്കുമതി നികുതി കുറച്ചു. അതാണ് മറ്റൊന്ന്. അടുത്തതൊന്ന് ഇമ്പോർട്ട് ലൈസൻസിങ് അബോളിഷ്ഡ്, ഇറക്കുമതിക്ക് ലൈസൻസ് ഏർപ്പെടുത്തിയിരുന്ന മുമ്പ് ആ സിസ്റ്റം തന്നെ അങ്ങോട്ട് ഒഴിവാക്കി. എക്സ്പോർട്ട് ഡ്യൂട്ടീസ് റിമൂവ്ഡ്, കയറ്റുമതി ചെയ്യുന്ന സാധനങ്ങൾക്ക് ഒരുപാട് ചുങ്കം ഏർപ്പെടുത്തിയിരുന്നു, നികുതി ഏർപ്പെടുത്തിയിരുന്നു, അതും റിമൂവ് ചെയ്തു. ഇപ്പൊ എന്തൊക്കെ പഠിച്ചത്? ഇമ്പോർട്ട് ഉദാരവൽക്കരിച്ചു, കോട്ട ഒഴിവാക്കി, ഇമ്പോർട്ട് ഡ്യൂട്ടീസ് റെഡ്യൂസ് ചെയ്തു, ഇറക്കുമതി ചുങ്കം കുറച്ചു, ഇറക്കുമതി നികുതി കുറച്ചു, ഇമ്പോർട്ട് ലൈസൻസിങ് ഒഴിവാക്കി, ഇറക്കുമതി നികുതി അതും ഒഴിവാക്കി. ഇങ്ങനെയുള്ള കുറേ പരിഷ്കാരങ്ങൾ പ്രധാനമായിട്ടും ട്രേഡ് മേഖലയിൽ, വാണിജ്യ മേഖലയിലും അതുപോലെ തന്നെ നിക്ഷേപ മേഖലയിലും നടപ്പാക്കിയിട്ടുണ്ട്. ഇത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന ടോപ്പിക്ക് പ്രൈവറ്റൈസേഷൻ അഥവാ സ്വകാര്യവൽക്കരണം. എന്താണ് സ്വകാര്യവൽക്കരണം? ഗവൺമെന്റ് ഉടമസ്ഥതയിലുള്ള സ്ഥാപനങ്ങളെ സ്വകാര്യ കമ്പനികൾക്ക് വിറ്റഴിക്കുന്നതിനാണ് അല്ലെങ്കിൽ കൈമാറുന്നതിനാണ് സ്വകാര്യവൽക്കരണം എന്ന് പറയുന്നത്. ഒന്നുകൂടി പറയാം, ഗവൺമെന്റ് ഉടമസ്ഥതയിലുള്ള സ്ഥാപനങ്ങൾ സ്വകാര്യ കമ്പനികൾക്ക് കൈമാറുന്നതിനാണ് പ്രൈവറ്റൈസേഷൻ എന്ന് പറയുന്നത്. ഇതിനെ നമുക്ക് ഡീനാഷണലൈസേഷൻ എന്ന പേരിലും പറയാം. ഇതിനെ ഡീനാഷണലൈസേഷൻ എന്ന പേരിലും അറിയപ്പെടുന്നു. അപ്പോൾ പ്രൈവറ്റൈസേഷൻ മീൻസ്
giving away the ownership of government enterprises to private companies. It may be also described as denationalization. അല്ലേ? അപ്പോൾ പ്രൈവറ്റൈസേഷൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രൂപമാണ്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫോമാണ് ഡിസ്ഇൻവെസ്റ്റ്മെന്റ് അഥവാ നിക്ഷേപം പിൻവലിക്കൽ. ഡിസ്ഇൻവെസ്റ്റ്മെന്റ് അഥവാ നിക്ഷേപം പിൻവലിക്കൽ. എന്താ നിക്ഷേപം പിൻവലിക്കൽ അല്ലെങ്കിൽ ഡിസ്ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ? സെല്ലിംഗ് ഓഫ് ഗവൺമെന്റ് ഷെയർസ് ഓഫ് പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ്, ദാറ്റ് ഇസ് ഡിസ്ഇൻവെസ്റ്റ്മെന്റ്. ഗവൺമെന്റിന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥാപനങ്ങളുടെ ഷെയർ വിറ്റഴിക്കുന്നതിനാണ് നിക്ഷേപം പിൻവലിക്കുക എന്ന് പറയുന്നത്. എന്തൊക്കെയാണ് ഡിസ്ഇൻവെസ്റ്റ്മെന്റിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ? വാട്ട് ആർ ദ എയിംസ് ഓഫ് ഡിസ്ഇൻവെസ്റ്റ്മെന്റ്? ഒന്നാമത്തെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് ഗവൺമെന്റിന്റെ സാമ്പത്തിക ഭാരം ഗണ്യമായിട്ട് കുറക്കുന്നു. റിഡ്യൂസിങ് ഫിനാൻഷ്യൽ ബേർഡൻ ഓഫ് ദി ഗവൺമെന്റ്. ഗവൺമെന്റിന്റെ സാമ്പത്തിക ഭാരം എങ്ങനെയാണ് കുറക്കുന്നത്? പ്രധാനമായിട്ടും നഷ്ടത്തിലായ കമ്പനികളുടെ ഷെയറും മറ്റും വിറ്റഴിക്കുന്നതിലൂടെ ഗവൺമെന്റിന്റെ സാമ്പത്തിക ഭാരവും ബാധ്യതയും കുറയുകയാണ്. രണ്ടാമത്തെ കാര്യം, പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നു എന്നുള്ളതാ. ഇംപ്രൂവിങ് ദ എഫിഷ്യൻസി ഓഫ് PSUs. എന്താ PSUs എന്ന് പറഞ്ഞാൽ? പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സ് അഥവാ പൊതുമേഖലാ സ്ഥാപനങ്ങൾ. മൂന്നാമത്തെ കാര്യം, ഇംപ്രൂവിങ് ദ ഫിനാൻഷ്യൽ പെർഫോമൻസ് ഓഫ് PSUs ത്രൂ ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ. എല്ലാ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെയും സാമ്പത്തികമായിട്ടുള്ള പ്രകടനം മെച്ചപ്പെടുത്തുന്നു. അത് പ്രധാനമായിട്ടും നേടിയെടുക്കുന്നത് സാമ്പത്തികമായ അച്ചടക്കത്തിലൂടെയാണ്. സ്വകാര്യ നിക്ഷേപം ഇതിലേക്ക് വരുന്നതോടുകൂടി സാമ്പത്തികമായിട്ടൊരു ഡിസിപ്ലിൻ വരുന്നു. അതിലൂടെ എല്ലാ സ്ഥാപനങ്ങളുടെയും പൊതുമേഖലാ സ്ഥാപനങ്ങളുടെയും സാമ്പത്തികമായിട്ടുള്ള പെർഫോമൻസ് അത് ഒന്നുകൂടി മെച്ചപ്പെടുന്നു. മറ്റൊന്ന്, എൻഹാൻസിങ് ദ എബിലിറ്റി ഓഫ് പബ്ലിക് സെക്ടർ കമ്പനീസ് ടു റൈസ് ഫണ്ട്സ് ഫ്രം മാർക്കറ്റ്. പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ കമ്പനികളുടെ ഫണ്ട് റൈസ് ചെയ്യാനുള്ള കപ്പാസിറ്റി വർദ്ധിപ്പിക്കും. പ്രത്യേകിച്ച് പൊതുമാർക്കറ്റിൽ നിന്നും ഫണ്ട് സ്വരൂപിക്കാനുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ശേഷി വർദ്ധിക്കുന്നു. അതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. ദെൻ ഏറ്റവും ലാസ്റ്റ് ആയിട്ട് പറയാനുള്ളത് റൈസിങ് ദ റവന്യൂ ഫോർ ഗവൺമെന്റ്. ഡിസ്ഇൻവെസ്റ്റ്മെന്റിലൂടെ ഗവൺമെന്റിലേക്ക് ധാരാളം വരുമാനം ലഭിക്കുന്നു, അഥവാ ഗവൺമെന്റിലേക്കുള്ള വരുമാനം ഉയർത്തുന്നു. ഒന്നുകൂടി പറയാം, ഗവൺമെന്റിന് ലഭിക്കുന്ന വരുമാനം ഉയർത്തുന്നു. എങ്ങനെയാണ് ഉയർത്തുന്നത്? പൊതുമേഖലാ സ്ഥാപനങ്ങൾ വിറ്റഴിക്കുമ്പോൾ അല്ലെങ്കിൽ ഇതിന്റെ ഷെയർ വിറ്റഴിക്കുമ്പോൾ ഗവൺമെന്റിലേക്ക് ഇൻകം വരുന്നു. അങ്ങനെ സ്വാഭാവികമായിട്ടും ഗവൺമെന്റിന്റെ വരുമാനം വർദ്ധിക്കുന്നു. നല്ല രീതിയിൽ ലാഭമുണ്ടാക്കുന്ന പൊതുമേഖലാ കമ്പനികൾക്ക് സ്വതന്ത്രമായിട്ട് മാനേജ് ചെയ്യാനുള്ള അധികാരം നൽകുന്നതോടൊപ്പം ഈ കമ്പനികൾക്കൊക്കെ ചില സ്പെഷ്യൽ സ്റ്റാറ്റസ് കൂടി നൽകുകയുണ്ടായി, ചില പ്രത്യേക പദവി കൂടി നൽകുകയുണ്ടായി. ഇത്തരം കമ്പനികൾക്ക് നൽകിയ പ്രത്യേക പദവികളാണ് മഹാരത്ന, നവരത്ന, മിനിരത്ന. മഹാരത്ന, നവരത്ന, മിനിരത്ന. മൂന്ന് സ്റ്റാറ്റസ് ആണ്. അതിൽ ഒന്നാമത്തെ സ്റ്റാറ്റസ് നൽകിയ കമ്പനികൾ, പ്രധാനപ്പെട്ട 2 കമ്പനികളാണ് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ, അതുപോലെ സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ ലിമിറ്റഡ്. ഈ 2 കമ്പനികളാണ് 2 ഉദാഹരണമായിട്ട് എടുക്കാവുന്ന മഹാരത്ന കമ്പനികൾക്ക്. അഥവാ മഹാരത്ന പദവി ലഭിച്ച 2 കമ്പനികളാണ്. ഇതല്ലാത്ത കമ്പനികളുണ്ട്. നവരത്ന കമ്പനികൾ പ്രധാനമായിട്ടും ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്കൽ ലിമിറ്റഡ് അഥവാ HAL, മഹാനഗർ ടെലിഫോണിക്കൽ ലിമിറ്റഡ് അഥവാ MTNL. ഇതൊക്കെ നവരത്ന കമ്പനിയിൽപ്പെട്ടതാണ്. നവരത്ന കമ്പനിയിൽ ഇനിയും കുറേ ഉദാഹരണങ്ങളുണ്ട്. നമ്മുടെ താൽക്കാലിക പർപ്പസിന് വേണ്ടി 2 ഉദാഹരണം എടുത്തുന്നേ ഉള്ളൂ. മൂന്നാമത്തത് മിനിരത്ന കമ്പനികൾ. മിനിരത്ന കമ്പനികൾക്ക് പ്രധാനപ്പെട്ട ഉദാഹരണമാണ് എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ, ഇന്ത്യൻ റെയിൽവേ കാറ്ററിംഗ് ടൂറിസം കോർപ്പറേഷൻ ലിമിറ്റഡ് അഥവാ IRCTC, BSNL. ഇതൊക്കെ പ്രധാനമായിട്ടും മിനിരത്ന കമ്പനികൾക്ക് ഉദാഹരണമാണ്. ഇതല്ലാതെയും നിരവധി ഉദാഹരണങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ മഹാരത്ന, നവരത്ന, മിനിരത്ന എന്ന സ്പെഷ്യൽ കാറ്റഗറി അല്ലെങ്കിൽ സ്പെഷ്യൽ സ്റ്റാറ്റസ് നൽകുന്നത് അവരുടെ പെർഫോമൻസിന്റെ അടിസ്ഥാനത്തിലാണ്. പെർഫോമൻസ് വളരെ ബെറ്റർ ആയിട്ട് ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന സ്ഥാപനങ്ങൾക്ക് മഹാരത്ന, പിന്നീട് നവരത്ന, അതിന്റെ താഴെ മിനിരത്ന, ഇങ്ങനെയാണ് നൽകിയിട്ടുള്ളത്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ടോപ്പിക്കിലേക്ക് വരാം. ഗ്ലോബലൈസേഷൻ അഥവാ ആഗോളവൽക്കരണം. എന്താണ് ആഗോളവൽക്കരണം? ഇന്റഗ്രേഷൻ ഓഫ് കൺട്രീസ് ഓഫ് ദി വേൾഡ്. ലോകരാജ്യങ്ങളുടെ ഏകീകരണമാണിത്, സംയോജനമാണിത്. ലോകരാജ്യങ്ങളുടെ ഏകീകരണം അഥവാ സംയോജനം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എല്ലാ സമ്പദ് വ്യവസ്ഥയും പരസ്പരം തുറന്നു കൊടുക്കുന്ന സാഹചര്യം. നിക്ഷേപത്തിനാണെങ്കിലും ട്രേഡിനാണെങ്കിലും
ചരക്കു സേവനങ്ങൾ കൈമാറാനാണെങ്കിലും വിജ്ഞാനം കൈമാറാനാണെങ്കിലും എല്ലാ രാജ്യങ്ങളും അവരുടെ സമ്പദ് വ്യവസ്ഥയെ തുറന്നു കൊടുക്കുന്ന സാഹചര്യത്തിനാണ് ഗ്ലോബലൈസേഷൻ അഥവാ ആഗോളവൽക്കരണം എന്ന് പറയുന്നത്, അല്ലെ? അപ്പൊ ഇന്റഗ്രേഷൻ ഓഫ് കൺട്രീസ് ഓഫ് ദി വേൾഡ്, ലോകരാജ്യങ്ങളുടെ ഏകീകരണമാണ് ഗ്ലോബലൈസേഷൻ അഥവാ ആഗോളവൽക്കരണം. ഒന്നുകൂടി വ്യക്തമാക്കി പറഞ്ഞാല് ക്ലോസർ ഇന്റഗ്രേഷൻ ഓഫ് എക്കോണമീസ്, സമ്പദ് വ്യവസ്ഥകൾ വളരെ അടുത്ത് സംയോജിപ്പിക്കുക അഥവാ ഏകീകരിക്കുക. അതെങ്ങനെ സംയോജിപ്പിക്കും, ഏകീകരിക്കും? ഫ്ലോ ഓഫ് ഗുഡ്സ്, സർവീസസ്, ക്യാപിറ്റല്, നോളജ്, അല്ലെ? വിജ്ഞാനം, അതുപോലെ തന്നെ മൂലധനം, ചരക്കു സേവനങ്ങൾ, ഇവയൊക്കെ ഫ്രീ ആയിട്ട് കൈമാറാൻ അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറാൻ പറ്റുന്ന സാഹചര്യം സൃഷ്ടിക്കുമ്പോഴാണ് ഗ്ലോബലൈസേഷൻ ഉണ്ടാകുന്നത്. അതോടൊപ്പം തന്നെ മാർക്കറ്റ് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റണം, വലിയ ചെലവൊന്നും കൂടാതെ മാർക്കറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്പാൻഡ് ചെയ്യാൻ പറ്റണം, അല്ലെ? ട്രാൻസ്പോർട്ടേഷൻ, അതുപോലെ കമ്മ്യൂണിക്കേഷൻ, ഇങ്ങനത്തെ ചെലവൊന്നും വല്ലാണ്ട് ഇല്ലാതെ തന്നെ മാർക്കറ്റുകൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാൻ പറ്റണം. നമ്മളൊക്കെ ഇന്ന് കാണുന്ന വളരെ ഭംഗിയേറിയ വാഹനങ്ങളും മറ്റു പ്രോഡക്റ്റുകളൊക്കെ നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കാൻ തുടങ്ങിയത് ഗ്ലോബലൈസേഷന്റെ ഔട്ട്കമാണ്. ഗ്ലോബലൈസേഷൻ ഇന്ത്യയിൽ നടപ്പാക്കിയതിനു ശേഷമാണ് വലിയ വലിയ കമ്പനികൾ, അല്ലെ? വോക്സ് വാഗൺ നമുക്കറിയാലോ, അതുപോലെ വളരെ വലിയ കമ്പനികളൊക്കെ വോഡാഫോൺ തുടങ്ങിയ കമ്പനികളൊക്കെ ഇന്ത്യയിലേക്ക് വന്നത്, നല്ല നല്ല പ്രോഡക്റ്റുകൾ നമുക്ക് നൽകി തുടങ്ങി. അതിനുശേഷം നമ്മുടെ രാജ്യത്ത് വൈവിധ്യമാർന്ന പ്രോഡക്റ്റുകൾ ലഭ്യമാക്കി തുടങ്ങി. ഗ്ലോബലൈസേഷന്റെ ഗുണമാണത്. അപ്പൊ ഗ്ലോബലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഓപ്പൺ അവർ എക്കോണമി ടു ദ വേൾഡ്, നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ ലോക സമ്പദ് വ്യവസ്ഥകൾക്ക് മുമ്പിൽ തുറന്നു കൊടുക്കുക എന്ന് തന്നെയാണ്. ഗ്ലോബലൈസേഷന്റെ ഏറ്റവും പ്രധാനപ്പെട്ട റിസൾട്ടാണ്, ഒരു ഔട്ട്കമാണ് ഔട്ട്സോഴ്സിംഗ് അഥവാ പുറം വാങ്ങൽ എന്ന് പറയുന്നത്. ഔട്ട്സോഴ്സിംഗിന്റെ അർത്ഥമാണ് പുറം വാങ്ങൽ. എന്താണ് ഔട്ട്സോഴ്സിംഗ് എന്ന് പറഞ്ഞാൽ? സോഴ്സിംഗ് ഫ്രം ഔട്ട്സൈഡ് അഥവാ രാജ്യത്തിന് പുറത്തു നിന്നും സേവനങ്ങൾ വാങ്ങുന്നതിനാണ് ഔട്ട്സോഴ്സിംഗ് എന്ന് പറയുക. രാജ്യത്തിന് പുറത്തു നിന്നും സേവനങ്ങൾ വാങ്ങുന്നതിനാണ് ഔട്ട്സോഴ്സിംഗ് എന്ന് പറയുന്നത്. സാധാരണയായിട്ട് ഇത് ചെയ്യുന്നത് വികസിത രാജ്യങ്ങൾ, വികസിച്ചു കൊണ്ടിരിക്കുന്ന രാജ്യങ്ങളിൽ നിന്നും അഥവാ ഡെവലപ്ഡ് കൺട്രീസ്, ഡെവലപ്പിംഗ് കൺട്രീസിൽ നിന്നും ഇത്തരത്തിലുള്ള സേവനങ്ങൾ വാങ്ങിക്കാറുണ്ട്. പ്രത്യേകിച്ച് സോഫ്റ്റ്വെയർ മേഖലയിലുള്ള സേവനങ്ങൾ, അതുപോലെ IT-യുമായി ബന്ധപ്പെട്ട നല്ല കഴിവുള്ള ആളുകളുടെ സേവനങ്ങൾ വാങ്ങിക്കുന്നു, അക്കൗണ്ടിംഗ് മേഖലയിലെ സേവനങ്ങൾ വാങ്ങിക്കുന്നു, ലീഗൽ സർവീസ് അഥവാ നിയമപരമായിട്ടുള്ള സർവീസുമായി ബന്ധപ്പെട്ട സേവനങ്ങൾ വാങ്ങിക്കുന്നു, വീഡിയോ എഡിറ്റിംഗ്, അതുപോലെ മറ്റുള്ള പ്രൂഫ് എഡിറ്റിംഗ് പോലുള്ള കാര്യങ്ങളിലെ സേവനങ്ങൾ വാങ്ങിക്കുന്നുണ്ട്, അനിമേഷൻ മേഖലയിലെ സേവനങ്ങൾ വാങ്ങിക്കുന്നുണ്ട്, മെഡിക്കൽ ട്രാൻസ്ക്രിപ്ഷൻ മേഖലയിൽ നിന്നും സേവനങ്ങൾ ധാരാളമായിട്ട് വാങ്ങിക്കുന്നു. ഇങ്ങനെ സോഫ്റ്റ്വെയർ, IT മേഖല, അക്കൗണ്ടിംഗ്, ലീഗൽ സർവീസ്, എഡിറ്റിംഗ്, അനിമേഷൻ, മെഡിക്കൽ ട്രാൻസ്ക്രിപ്ഷൻ തുടങ്ങിയ മേഖലയിലെ സേവനങ്ങൾ വികസിത രാജ്യങ്ങൾ ധാരാളമായിട്ട് ഡെവലപ്പിംഗ് കൺട്രീസിൽ നിന്നും വാങ്ങിക്കാറുണ്ട്. സോ ഇതാണ് ഔട്ട്സോഴ്സിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ഔട്ട്സോഴ്സിംഗ് ശരിക്കും ഗ്ലോബലൈസേഷൻ എന്നുള്ള സംഭവം വന്നതിന് ശേഷമാണ് ഔട്ട്സോഴ്സിംഗ് വ്യാപകമായത്. ഈ ഏരിയയിൽ നിന്ന് ചോദിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്, സ്ഥിരമായിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഇന്ത്യ ഈസ് എ മേജർ ഔട്ട്സോഴ്സിംഗ് ഡെസ്റ്റിനേഷൻ. വൈ? ഇന്ത്യ ഔട്ട്സോഴ്സിംഗിന് പറ്റിയൊരു സ്ഥലമാണ്, ഒരു ഏരിയയാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ലോകരാജ്യങ്ങൾക്കിടയിൽ ഇന്ത്യ ഔട്ട്സോഴ്സിംഗിന് പറ്റിയൊരു സ്ഥലമാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? അതിനൊരുപാട് കാരണങ്ങളുണ്ട്. ഇന്ത്യക്ക് ഹ്യൂജ് പൂൾ ഓഫ് സ്കിൽഡ് ഹ്യൂമൻ റിസോഴ്സസ്, നല്ല കഴിവുള്ള മാനവശേഷി ഇന്ത്യക്കുണ്ട്, മനുഷ്യ വിഭവങ്ങൾ ഇന്ത്യയിലുണ്ട്, അല്ലെ? നല്ല സ്കിൽഡ് ആയിട്ടുള്ള മനുഷ്യ വിഭവങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ട്രെയിനിങ്ങും വിദ്യാഭ്യാസവും കിട്ടിയ ആളുകൾക്കാണ് ഹ്യൂമൻ റിസോഴ്സസ് എന്ന് പറയുന്നത്. ഇങ്ങനെ ഹ്യൂമൻ റിസോഴ്സിന്റെ വലിയൊരു പൂൾ തന്നെയുണ്ട്, വലിയൊരു വിഭാഗം തന്നെ ഇന്ത്യയിലുണ്ട്. അതാണ് ഒരു പ്രത്യേക ഗുണം എന്ന് പറയുന്നത്. മറ്റൊന്ന്, ലോ വേജ് റേറ്റ്. ഇന്ത്യയിൽ വേജ് റേറ്റ് വളരെ കുറവാണ്, കൂലി നിരക്ക് വളരെ കുറവാണ്. പ്രത്യേകിച്ച് യൂറോപ്യൻ കൺട്രീസിനെ അപേക്ഷിച്ച് ഇന്ത്യയിൽ കൂലി വളരെ കുറവാണ്. മറ്റൊന്ന്, പ്രൊഫിഷ്യൻസി ഇൻ ഇംഗ്ലീഷ്. ശരാശരി ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം ഇംഗ്ലീഷിന് നല്ല നോളജ് ഉണ്ട്, ഇംഗ്ലീഷിൽ പ്രാവീണ്യം ഉണ്ട്. അതാണ് മറ്റൊരു പ്രത്യേകത. മറ്റൊന്ന്, ബെറ്റർ ടൈം സോൺ. ഇന്ത്യയിലെ ടൈം സോൺ ഈ ഔട്ട്സോഴ്സിന് പറ്റിയതാണ്. എന്ന് വെച്ചാൽ വിദേശ രാജ്യങ്ങളെ സംബന്ധിച്ച് ഇന്ത്യയിലെ ടൈം സോൺ അവർക്ക് ഈ സർവീസ് ഒക്കെ കൈമാറാൻ പറ്റിയ സമയമാണ്. സാധാരണഗതിയിൽ യൂറോപ്പിലൊക്കെ രാത്രിയാകുമ്പോൾ ഇന്ത്യയിൽ പകലാണ്, അല്ലെ? അങ്ങനെ വ്യത്യാസമുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ ഓരോ വർക്കും അവർക്ക് കൈമാറിക്കഴിഞ്ഞാൽ ഈ സമയത്തും കമ്പനികളുടെ അക്കൗണ്ടിങ് വർക്കും എഡിറ്റിംഗ് വർക്കും ഒക്കെ സ്മൂത്ത് ആയിട്ട് രാത്രിയിലും നടന്നു പോയിക്കോളും. അതാണ് ഒരു പ്രത്യേകത. യൂറോപ്യൻ രാജ്യങ്ങൾക്കും അമേരിക്കൻ രാജ്യങ്ങൾക്കും ഒക്കെ അവരുടെ സർവീസുകൾ കൈമാറാൻ പറ്റിയ ബെറ്റർ ആയിട്ടുള്ള ഒരു
ടൈം സോണ്, ഒരു സമയ മേഖലയാണ് ഇന്ത്യ. അതുകൊണ്ട് ഇന്ത്യ ഒരു ഔട്ട്സോഴ്സിന് പറ്റിയൊരു രാജ്യമാണ്. എന്തൊക്കെയാ കാരണം പറഞ്ഞത്? സ്കിൽഡ് ആയിട്ടുള്ള ഹ്യൂമൻ റിസോഴ്സസ് അഥവാ നല്ല കഴിവുള്ള മാനവശേഷി, മനുഷ്യ വിഭവങ്ങൾ നമുക്കുണ്ട്. വേജ് റേറ്റ് വളരെ കുറവാണ്. ഇംഗ്ലീഷിൽ പ്രാവീണ്യമുള്ളവരുണ്ട്. നല്ല പറ്റിയ സമയ മേഖലയാണ്, ടൈം സോണാണ് ഇന്ത്യയുടേത്. ഇതൊക്കെയാണ് ഇന്ത്യ ഒരു നല്ല ഔട്ട്സോഴ്സിംഗ് നാഷൻ ആണെന്ന് പറയാൻ കാരണം. വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ WTO എന്താണിത്? ഇതിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? അതാണ് ഈ ടോപ്പിക്കിന് കീഴിൽ നമ്മൾ പരിശോധിക്കുന്നത്. 1948 അന്താരാഷ്ട്ര വാണിജ്യത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിനും അന്താരാഷ്ട്ര വാണിജ്യത്തിലുള്ള തടസ്സങ്ങൾ നീക്കം ചെയ്യുന്നതിനും ഒരു കരാർ നിലവിൽ വന്നു. അതിന്റെ പേരാണ് ഗാട്ട്, ജനറൽ അഗ്രിമെന്റ് ഓൺ താരിഫ് ആൻഡ് ട്രേഡ്, അഥവാ താരിഫിന്റെയും ട്രേഡിന്റെയും കാര്യത്തിലുള്ള ഒരു പൊതുവായ ധാരണ. അതാണ് ആ കരാറിന്റെ പേര്, അല്ലെ? ഗാട്ട് കരാർ എന്ന് പറയും. ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ട കരാറാണ്. 1948 നിലവിൽ വന്നത്. ഈ കരാറിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് 1995 നിലവിൽ വന്ന സംഘടനയാണ് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ അഥവാ WTO. 1995 നിലവിൽ വന്ന സംഘടനയാണ് WTO. ഇത് പ്രധാനമായിട്ടും ഗാട്ട് കരാറിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് മാറ്റിക്കൊണ്ട് വന്ന ഒരു സംഘടനയാണ്. WTOയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ എന്താണെന്ന് നോക്കാം. ഒന്നാമതായിട്ട്, വിവിധ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട വ്യാപാരത്തിൽ എല്ലാ രാജ്യങ്ങൾക്കും തുല്യ അവസരം നൽകുക, അഥവാ അന്താരാഷ്ട്ര വാണിജ്യത്തിൽ എല്ലാ രാജ്യങ്ങൾക്കും തുല്യ അവസരം നൽകുക. എൻഷറിങ് ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് ടു ഓൾ കൺട്രീസ് ഇൻ ഇന്റർനാഷണൽ ട്രേഡ്. അതാണ് ഒന്നാമത്തെ ലക്ഷ്യം. രണ്ടാമത്തെ ലക്ഷ്യം, എൻകറേജിങ് മൾട്ടിലാറ്ററൽ ട്രേഡ് റാദർ ദാൻ ബൈലാറ്ററൽ ട്രേഡ്. ബൈലാറ്ററൽ ട്രേഡ് എന്ന് പറയുമ്പോൾ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ട്രേഡാണ്. മൾട്ടിലാറ്ററൽ ട്രേഡ് എന്ന് പറയുമ്പോൾ വിവിധ രാജ്യങ്ങൾ തമ്മിലുള്ള ട്രേഡാണ്. അപ്പോൾ രണ്ട് രാജ്യങ്ങൾ പരസ്പരം ട്രേഡ് ചെയ്യുന്നതിനേക്കാൾ വ്യത്യസ്തമായ രാജ്യങ്ങളുമായിട്ട് ട്രേഡ് നടത്തുന്നതിനെ രാജ്യങ്ങളെ പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് മറ്റൊരു ലക്ഷ്യം. അഥവാ വ്യത്യസ്തങ്ങളായിട്ടുള്ള രാജ്യങ്ങളുമായിട്ട് ട്രേഡ് നടത്തുന്നതിനെ എല്ലാ രാജ്യങ്ങളെയും പ്രോത്സാഹിപ്പിക്കുക എന്നാണ് മറ്റൊരു ലക്ഷ്യം. നെക്സ്റ്റ്, റിമൂവൽ ഓഫ് നോൺ താരിഫ് ബാരിയേഴ്സ്. നോൺ താരിഫ് ബാരിയേഴ്സ് എന്ന് പറഞ്ഞാൽ കോട്ട പോലുള്ള, നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് രണ്ടാമത്തെ ചാപ്റ്ററിൽ, കോട്ട പോലുള്ള നോൺ താരിഫ് ബാരിയേഴ്സ് അഥവാ താരിഫ് അല്ലാത്ത നിയന്ത്രണങ്ങളെ പൂർണ്ണമായിട്ടും നീക്കുക. കോട്ട പോലുള്ള താരിഫ് അല്ലാത്ത നിയന്ത്രണങ്ങളെ പൂർണ്ണമായിട്ടും നീക്കുക എന്നതാണ് മറ്റൊരു ലക്ഷ്യം. അടുത്തത്, ടു റെഡ്യൂസ് താരിഫ് ബാരിയേഴ്സ്. ടാക്സ് പോലുള്ള, ഇമ്പോർട്ട് ഡ്യൂട്ടി പോലുള്ള താരിഫ് പോലുള്ള സംഗതികളെ പൂർണ്ണമായിട്ടും കുറച്ച് കൊണ്ടുവരിക. താരിഫ് പോലുള്ള കാര്യങ്ങളെ, നിയന്ത്രണങ്ങളെ പൂർണ്ണമായിട്ടും കുറച്ച് കൊണ്ടുവരിക എന്നാണ് അടുത്ത ഒരു ലക്ഷ്യമായിട്ടുള്ളത്. പിന്നീട് മറ്റൊരു ലക്ഷ്യമായിട്ടുള്ളത്, എസ്റ്റാബ്ലിഷിംഗ് റൂൾ ബേസ്ഡ് ട്രേഡിംഗ് സിസ്റ്റം, റിമൂവിങ് ട്രേഡിംഗ് റെസ്ട്രിക്ഷൻസ്. ചില ചട്ടങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു ട്രേഡിംഗ് സിസ്റ്റം വളർത്തിയെടുക്കുക, ഒരു വ്യാപാര സമ്പ്രദായം വളർത്തിയെടുക്കുക. എന്ത് ചെയ്തുകൊണ്ട്? ട്രേഡിന്റെ അല്ലെങ്കിൽ വ്യാപാരത്തിലുള്ള നിയന്ത്രണങ്ങളെ പൂർണ്ണമായിട്ടും നീക്കിക്കൊണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ, വ്യാപാരത്തെ നിയന്ത്രിക്കുന്ന നിയന്ത്രണങ്ങളുണ്ടല്ലോ, ആ നിയന്ത്രണങ്ങളെ പൂർണ്ണമായിട്ടും നീക്കിക്കൊണ്ട് നല്ലൊരു വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിൽ അഥവാ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ, ചട്ടത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ട്രേഡിംഗ് സിസ്റ്റം തന്നെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരിക. അടുത്തത്, എക്സ്റ്റൻഷൻ ഓഫ് ട്രേഡ് ബൈ ഇൻക്ലൂഡിംഗ് ട്രേഡ് സർവീസസ് ലൈക്ക് ബാങ്കിങ്, ഇൻഷുറൻസ് എക്സെട്ര. ബാങ്കിങ്, ഇൻഷുറൻസ് പോലെയുള്ള സർവീസ് കൂടി ട്രേഡിലേക്ക് വ്യാപിപ്പിക്കുക. ബാങ്കിങ്, ഇൻഷുറൻസ് തുടങ്ങിയ സർവീസ് കൂടി ട്രേഡിലേക്ക് വ്യാപിപ്പിക്കുക. നേരത്തെ ഇത് സർവീസ് ട്രേഡിൽ ഉൾപ്പെടുന്നില്ല എന്നാണ് നമ്മുടെയൊക്കെ ധാരണ. പക്ഷേ ആ സർവീസ് കൂടി ട്രേഡിലേക്ക് കൊണ്ടുവരാൻ ഈ WTO ലക്ഷ്യമിടുന്നുണ്ട്. മറ്റൊന്ന്, ഇൻക്ലൂഡിംഗ് ട്രിപ്സ് ആൻഡ് ട്രിംസ് ഇൻ ദ സ്കോപ്പ് ഓഫ് ഇന്റർനാഷണൽ ട്രേഡ്. അന്താരാഷ്ട്ര വാണിജ്യത്തിന്റെ സാധ്യതകളെ ട്രിപ്സും ട്രിംസും ഉൾപ്പെടുത്തുക. എന്താ ട്രിപ്സ് എന്ന് പറഞ്ഞാൽ? ട്രേഡ് റിലേറ്റഡ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ്. ട്രേഡ് റിലേറ്റഡ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്, നമ്മുടെ ട്രേഡ് മാർക്ക് പോലെയുള്ള പാറ്റന്റ് റൈറ്റ്, ഒരു പുതിയ കണ്ടുപിടുത്തങ്ങൾക്ക് കൊടുക്കുന്ന പാറ്റന്റ് റൈറ്റ് ഉണ്ടല്ലോ, അങ്ങനെ പാറ്റന്റ് റൈറ്റ്, ട്രേഡ് മാർക്ക് തുടങ്ങിയവയ്ക്ക് നിയന്ത്രിക്കുന്ന നിയമമാണ് ട്രിപ്സ്. അതുപോലെ ട്രിംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻവെസ്റ്റ്മെന്റ് നിയന്ത്രിക്കുന്ന നിയമമാണ്. ട്രേഡ് റിലേറ്റഡ് ഇൻവെസ്റ്റ്മെന്റ് മെഷേഴ്സ്, അതാണ് ട്രിംസ്. ശരിക്കും ഒരു രാജ്യത്തെ വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള നിക്ഷേപത്തെയൊക്കെ നിയന്ത്രിക്കാൻ പോകുന്നതായിട്ടുള്ള നിയമങ്ങളും ചട്ടങ്ങളുമാണ് ട്രിംസിൽ വരുന്നത്. ഇത്തരം കാര്യങ്ങളൊക്കെ അന്താരാഷ്ട്ര വാണിജ്യത്തിന്റെ വിഷയത്തിലേക്ക് കൊണ്ടുവരിക. ട്രിപ്സ് അഥവാ അന്താരാഷ്ട്ര വാണിജ്യവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലേക്ക് ട്രിപ്സ്, ട്രിംസ് തുടങ്ങിയ ചട്ടങ്ങൾ കൂടി എന്ത് ചെയ്യുക, അതിലേക്ക് കൊണ്ടുവരിക എന്നതാണ് അതുകൊണ്ട് പ്രധാനമായിട്ടും ഉദ്ദേശിച്ചത്. വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത്. ഇന്ത്യൻ എക്കോണമി ഡ്യൂറിംഗ് റിഫോംസ് ആൻഡ് അസസ്മെന്റ്. പരിഷ്കരണ കാലഘട്ടത്തിലെ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ സ്ഥിതി എന്തായിരുന്നു, അതൊന്ന് വിലയിരുത്തണം.
അഥവാ ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ ഈ കാലഘട്ടത്തിൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ അവസ്ഥ എന്തായിരുന്നു എന്ന് വിലയിരുത്തുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ആദ്യമായിട്ട് നമുക്ക് GDP എടുത്ത് പരിശോധിക്കാം. GDP ഗ്രോത്ത് ഇംപ്രൂവ്ഡ്. GDP വളർച്ച വല്ലാണ്ട് പുരോഗമിച്ചിട്ടുണ്ട്. വലിയ തോതിൽ GDP വളർച്ച നേടിയിട്ടുണ്ട്. 1980 നമുക്കറിയാം 5.79% ഇന്ത്യയുടെ GDP വളർച്ച എന്നുള്ളത്. അത് 2015-16 ആയപ്പോഴേക്കും 7.6% ഉയർന്നു. വലിയ മാറ്റം ഉണ്ടായിട്ടുണ്ട് GDP വളർച്ചയുടെ കാര്യത്തിൽ. ഇപ്പോൾ നമുക്കറിയാം ഇന്ത്യ ഈസ് നൗ ദ സെക്കൻഡ് ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് എക്കോണമി ഇൻ ദ വേൾഡ്. ലോകത്ത് തന്നെ വളരെ വേഗത്തിൽ വളരുന്ന രണ്ടാമത്തെ സമ്പദ് വ്യവസ്ഥയാണ് ഇന്ത്യ. ലോക സമ്പദ് വ്യവസ്ഥകളിൽ വളരെ വേഗത്തിൽ വളരുന്ന രണ്ടാമത്തെ സമ്പദ് വ്യവസ്ഥയാണ് ഇന്ത്യ. ഇനി രണ്ടാമത്തെ കാര്യം ഫോറിൻ ഇൻവെസ്റ്റ്മെന്റിന്റെ കാര്യമാണ്. ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് അഥവാ വിദേശ നിക്ഷേപം വർദ്ധിച്ചിട്ടുണ്ട്. ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് ഇൻക്രീസ്ഡ്. വിദേശ നിക്ഷേപം ഇന്ത്യയിലേക്ക് 1991 ലഭിച്ചത് $103 മില്യൺ മാത്രമായിരുന്നു. 1991 $103 മില്യൺ മാത്രമായിരുന്നു. അത് 2005-6 കാലഘട്ടം ആയപ്പോഴേക്കും ഏകദേശം 20,243 മില്യനായി. 20,243 മില്യനായിട്ട് ഉയർന്നു. വലിയ വളർച്ച വിദേശ നിക്ഷേപത്തിന്റെ കാര്യത്തിലുണ്ടായിട്ടുണ്ട്. മൂന്നാമത്തെ കാര്യം ഫോറിൻ എക്സ്ചേഞ്ച് റിസർവിന്റെ കാര്യമാണ്. വിദേശ വിനിമയത്തിന്റെ റിസർവിന്റെ കാര്യമാണ്. വിദേശ വിനിമയം കൊണ്ടുണ്ടാകുന്ന റിസർവ് ഏകദേശം ഒരു ഗണ്യമായിട്ടുള്ള വളർച്ച തന്നെ നേടുകയുണ്ടായി. ഹൈ ഗ്രോത്ത് ഇൻ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്. ഫോറിൻ എക്സ്ചേഞ്ച് റിസർവിന്റെ കാര്യത്തിൽ, വിദേശ വിനിമയത്തിലൂടെ ലഭിക്കുന്ന റിസർവിന്റെ കാര്യത്തിൽ വലിയ വളർച്ച നേടുകയുണ്ടായി. വിദേശ വിനിമയത്തിന്റെ റിസർവ് എന്താണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഏതാണ്ട് 1991 അത് വെറും $6 ബില്യൺ ആയിരുന്നത് 2016 ആയപ്പോഴേക്കും $363 ബില്യൺ മില്യൺ അല്ല, ബില്യൺ ഡോളറായി അല്ലെ. അപ്പൊ 1991 വെറും $6 ബില്യൺ ആയിരുന്ന വിദേശ വിനിമയത്തിന്റെ റിസർവ് അഥവാ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ് 2016 ആയപ്പോഴേക്കും $363 ബില്യൺ ആയിട്ട് ഉയർന്നു. വലിയ മാറ്റമാണത്. കാർഷിക മേഖലയിലേക്ക് വരുമ്പോൾ കാർഷിക മേഖലയിൽ വലിയ താഴ്ചയാണ് ശരിക്കും പരിഷ്കരണ കാലത്തുണ്ടായിട്ടുള്ളത്. അഗ്രികൾച്ചറൽ ഗ്രോത്ത് റേറ്റ് സ്ലോ ഡൗൺ. കാർഷിക മേഖലയിൽ വളർച്ചാ നിരക്ക് കുറയുകയാണ് ചെയ്തത്. വെറും 3% വളർച്ചയാണ് കാർഷിക മേഖലയിൽ ഉണ്ടായിരുന്നത്. അതിലെ പ്രധാനപ്പെട്ട റീസൺസ്, ഈ പ്രതിസന്ധിക്കുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ പറയുന്നത് ലാക്ക് ഓഫ് പബ്ലിക് ഇൻവെസ്റ്റ്മെന്റ് ഇൻ അഗ്രികൾച്ചർ. കാർഷിക മേഖലയിലെ പൊതു നിക്ഷേപം, ഗവൺമെന്റിന്റെ നിക്ഷേപം കുറഞ്ഞു പോയതാണ്. കാർഷിക മേഖലയിലേക്ക് ഗവൺമെന്റ് യാതൊരു തരത്തിലുള്ള നിക്ഷേപം ഇറക്കുന്നില്ല. അതാണ് ഒരു കാരണം. മറ്റൊന്ന് ഇമ്പോർട്ട് കൂടി, ഇൻക്രീസ് ഇൻ ഇമ്പോർട്ട്സ്, ഇറക്കുമതി കൂടുകയുണ്ടായി. ഇറക്കുമതി കൂടിയാലല്ല കുഴപ്പം, തദ്ദേശീയമായിട്ട് നമ്മുടെ ആഭ്യന്തരമായിട്ട് കൃഷി ചെയ്യുന്ന സാധാരണക്കാരായ കർഷകർക്ക് അവരുടെ വരുമാനം കുറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇമ്പോർട്ട് കൂടിയത് വലിയൊരു കാരണമായിട്ടുണ്ട്. മറ്റൊന്ന് ഇൻക്രീസ് ഇൻ ദ പ്രൈസ് ഓഫ് അഗ്രികൾച്ചറൽ ഇൻപുട്സ് അല്ലെ. കാർഷിക ആവശ്യങ്ങൾക്ക് വേണ്ട വിവിധ സാധനങ്ങൾക്കുള്ള അല്ലെങ്കിൽ വളത്തിന് വിത്തിനും മറ്റു കാര്യങ്ങൾക്കൊക്കെയുള്ള ചെലവ് വളരെയധികം വർദ്ധിച്ചു അല്ലെ. കാർഷിക ഇൻപുട്ടുകൾക്കുള്ള ചെലവ് വർദ്ധിച്ചു എന്ന് പറഞ്ഞാൽ എന്താണ്? വിത്ത്, വളം, അതുപോലെ വൈദ്യുതി തുടങ്ങിയ കാര്യങ്ങൾക്കുള്ള എല്ലാ ചെലവുകളും വളരെയധികം വർദ്ധിച്ചിട്ടുണ്ട്. മറ്റൊന്ന് പ്രൊഡക്ഷൻ ഷിഫ്റ്റഡ് ടു ക്യാഷ് ക്രോപ്സ്. മറ്റൊരു പ്രധാനപ്പെട്ട കാരണം ഇതാണ്, നമ്മുടെ കൃഷിരീതി തന്നെ വാണിജ്യ വിളയിലേക്ക് മാറി എന്നുള്ളതാണ്. ഭക്ഷ്യവിളയിൽ നിന്നും വാണിജ്യ വിളയിലേക്ക് നമ്മൾ മാറാൻ തുടങ്ങി. അതും വലിയൊരു കാരണമായിട്ടുണ്ട്. അപ്പൊ 3% വളർച്ച മാത്രമാണ് ഈ പരിഷ്കരണ കാലഘട്ടത്തിൽ നമുക്ക് കാർഷിക മേഖലയിൽ നേടാനായത്. മറ്റൊന്ന് എംപ്ലോയ്മെന്റിന്റെ കാര്യമാണ്. ജോബ്ലെസ് ഗ്രോത്ത് ആണ് ഈ കാലയളവിൽ ഉണ്ടായെന്ന് പറയുക. സാമ്പത്തിക ശാസ്ത്രജ്ഞർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട പ്രയോഗമാണ് ജോബ്ലെസ് ഗ്രോത്ത്. അഥവാ 1991 ശേഷം കാര്യമായിട്ടുള്ള വർധനവൊന്നും എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായിട്ടില്ല. എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് ചെയ്യുന്നതിൽ ഈ പരിഷ്കരണ കാലത്ത് വലിയ പരാജയം ഉണ്ടായി. അതുകൊണ്ടാണ് ഈ കാലഘട്ടത്തിൽ നല്ലൊരു സാമ്പത്തിക വളർച്ച നമ്മൾ നേടിയിട്ടുണ്ട്, അതിൽ സംശയമൊന്നുമില്ല. നല്ല സാമ്പത്തിക വളർച്ച നേടിയിട്ടുണ്ട്. പക്ഷേ ആ കാലയളവിലും നമ്മുടെ തൊഴിലിൽ കാര്യമായിട്ടുള്ള വർധന ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഈ കാലഘട്ടത്തെ പറയുന്നതാണ് ജോബ്ലെസ് ഗ്രോത്ത്. അഥവാ വലിയ സാമ്പത്തിക വളർച്ച ഉണ്ടാക്കിയെങ്കിലും തൊഴിൽ സാധ്യതകളിൽ, എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസിൽ, ജോബ് ഓപ്പർച്യൂണിറ്റീസിൽ കാര്യമായിട്ടുള്ള വർധന ഉണ്ടാകാത്തതുകൊണ്ട് നമ്മൾ ഈ കാലഘട്ടത്തെ പറയുന്ന പേരാണ് ജോബ്ലെസ് ഗ്രോത്ത്. വ്യാവസായിക മേഖലയിലേക്ക് വരുമ്പോൾ അഥവാ ഇൻഡസ്ട്രിയൽ സെക്ടറിലേക്ക് വരുമ്പോൾ ഈ പരിഷ്കരണത്തിന്റെ ആദ്യഘട്ടത്തിൽ അഥവാ 1991 കാലഘട്ടത്തിൽ വ്യാവസായിക മേഖലയെ വളർച്ച വലിയ തോതിൽ ഇംപ്രസീവ് ആയിരുന്നു. നല്ല രീതിയിലുള്ള വളർച്ച ഉണ്ടായിരുന്നു. പിന്നീട് അത് കുറഞ്ഞു. 2004 ശേഷം അത് വീണ്ടും ഇംപ്രൂവ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ സമ്മിശ്രമായിട്ടുള്ളൊരു പ്രതികരണമാണ് വ്യാവസായിക മേഖലയിൽ നിന്ന് കാണിച്ചിരുന്നത്. ആദ്യം നല്ല രീതിയിൽ ഇംപ്രസീവായിട്ട് മുന്നോട്ട് പോയി, പിന്നീട് വളർച്ച കുറഞ്ഞു.
2004 ശേഷം പിന്നീട് വളർച്ച വീണ്ടും പഴയ പോലെ തന്നെ ആയി. ഇങ്ങനെയുള്ള ഒരു സമ്മിശ്രമായിട്ടുള്ള വളർച്ചയാണ് വ്യാവസായിക മേഖല കാണിച്ചത്. പിന്നെ ഡിസ്ഇൻവെസ്റ്റ്മെന്റിന്റെ കാര്യമാണ്. അഥവാ ഡിസ്ഇൻവെസ്റ്റ്മെന്റ് എന്താണെന്നുള്ളത് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. നിക്ഷേപം പിൻവലിക്കൽ ഒരു പ്രത്യേക പ്രൈവറ്റൈസേഷന്റെ ഒരു ടൂള് തന്നെയാണ് ഡിസ്ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ. നിക്ഷേപം പിൻവലിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ സർക്കാരിന്റെ അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ പൊതുമേഖലയുടെ വരുമാനം വർദ്ധിപ്പിക്കാനൊക്കെ ഡിസ്ഇൻവെസ്റ്റ്മെന്റ് നല്ലതാണ് അല്ലെ. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ കാലയളവിൽ ഡിസ്ഇൻവെസ്റ്റ്മെന്റ് നടത്തിയപ്പോൾ, നിക്ഷേപം പിൻവലിച്ചപ്പോൾ അതിലൂടെ ഒരുപാട് വരുമാനം നമുക്കുണ്ടായിട്ടുണ്ട്, വലിയ തോതിൽ വരുമാനം ഉണ്ടായിട്ടുണ്ട്. നിക്ഷേപം പിൻവലിക്കുക എന്നുള്ളത് നിങ്ങൾക്ക് അറിയാമല്ലോ. പൊതുമേഖലാ സ്ഥാപനങ്ങൾ വിറ്റഴിക്കുന്നതിനാണ് ഡിസ്ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുക. അതിലൂടെ നമ്മുടെ വരുമാനം വർദ്ധിച്ചിട്ടുണ്ട്. 1991 മാത്രം 2500 കോടിയാണ് ഉണ്ടായത്. എന്നാൽ 2015-16 ആയപ്പോഴേക്കും ഏകദേശം 56,500 കോടിയിലെത്തിയിട്ടുണ്ട്. 1991 വെറും 2500 കോടി ഉണ്ടായിരുന്നത് 2015-16 ആയപ്പോഴേക്കും 56,500 കോടിയായിട്ട് ഉയർന്നിട്ടുണ്ട്. നിക്ഷേപം പിൻവലിക്കലിലൂടെ ലഭിക്കുന്ന വരുമാനത്തിന്റെ അളവാണ് ഞാൻ ഈ പറഞ്ഞത് അല്ലെ. അപ്പൊ നിക്ഷേപം പിൻവലിക്കുന്നതിലൂടെ ഗവൺമെന്റിന്റെ വരുമാനം വലിയ തോതിൽ വർദ്ധിച്ചിട്ടുണ്ട്. പിന്നെ ഫിസ്ക്കൽ പോളിസി അഥവാ ടാക്സ് മേഖലയിലും മറ്റുള്ള ഒരു പ്രതിഫലനമാണ് നമ്മൾ പരിശോധിക്കുന്നത്. ഈ പരിഷ്കരണങ്ങൾ കൊണ്ട് നമ്മുടെ ടാക്സ് മേഖലയിലും മറ്റുണ്ടായ വ്യത്യാസങ്ങളാണ് നമ്മൾ പരിശോധിക്കുന്നത്. ഫിസ്ക്കൽ പോളിസി എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, ധനനയം എന്നാണ് അർത്ഥം. ധനനയവും അതുപോലെ തന്നെ പരിഷ്കാരവുമാണ് നമ്മൾ പരിശോധിക്കുന്നത്. ഈ ധനനയത്തിൽ അഥവാ ടാക്സ് മേഖലയിലൊക്കെ ഉണ്ടായ ഒരു പ്രധാനപ്പെട്ട മാറ്റം എന്ന് പറയുന്നത് അവിടെ കൊണ്ടുവന്ന എല്ലാ പരിഷ്കരണവും അഥവാ ടാക്സ് കുറച്ച് കൊടുക്കുക, അങ്ങനെയുള്ള കുറേ പരിഷ്കരണങ്ങൾ ആ മേഖലയിൽ നടത്തിയിരുന്നു. ഇമ്പോർട്ട് ഡ്യൂട്ടി കുറച്ച് കൊടുക്കുക, എക്സ്പോർട്ട് ഡ്യൂട്ടി കുറച്ച് കൊടുക്കുക, അങ്ങനെ കുറേ പരിഷ്കരണം നടത്തിയിരുന്നു. ഇതൊക്കെ ഒരു പരിധിവരെ പരാജയപ്പെട്ടു എന്നാണ് പറയേണ്ടത്. അഥവാ നികുതി പരിഷ്കരണങ്ങൾ പരാജയപ്പെട്ടു. അതായത് നമ്മൾ ലക്ഷ്യമിട്ട റിസൾട്ട് ലഭിക്കുന്നതിൽ പരാജയപ്പെട്ടു എന്ന് തന്നെ പറയേണ്ടി വരും. നമുക്കൊരു ലക്ഷ്യമുണ്ടല്ലോ, പരമാവധി ടാക്സ് ഉണ്ടാക്കുക, എല്ലാവരെ കൊണ്ടും ടാക്സ് അടപ്പിച്ച് ടാക്സ് പരമാവധി വർദ്ധിപ്പിക്കുക എന്നുള്ളത് ഒരു ഉദ്ദേശമുണ്ട്. ആ ലക്ഷ്യം നേടുന്നതിൽ ടാക്സ് റിഫോംസ് പരാജയപ്പെട്ടു. അത് മാത്രമല്ല, ടാക്സ് ജി ഡി പി റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ GDP എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ, ദേശീയ വരുമാനത്തിന്റെ ടാക്സിന്റെയും ഒരു റേഷ്യോ അനുപാതം അത് വലിയ തോതിൽ വലിയ ഇംപ്രസീവ് ഒന്നായിരുന്നില്ല, ഒരു നല്ല രീതിയിലൊന്നും ആയിരുന്നില്ല. അഥവാ നമ്മുടെ GDP എത്ര ശതമാനമാണ് നികുതി വരുന്നത്, അതാണല്ലോ ടാക്സ് GDP റേഷ്യോ എന്ന് പറയുന്നത്. അങ്ങനെ ടാക്സ് GDP റേഷ്യോ വളരെയധികം പരിതാപകരമായിട്ടുള്ള ഒരു അവസ്ഥയിലായിരുന്നു, അത്ര ഇംപ്രസീവ് ഒന്നായിരുന്നില്ല. അതുകൊണ്ട് ഈ നികുതി മേഖലയിലുള്ള പരിഷ്കാരങ്ങളൊന്നും അത്ര വലിയ തോതിൽ വിജയമായിരുന്നു എന്ന് പറയാൻ വയ്യ. ഇത്രയും കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. നമ്മൾ അടുത്ത ഒരു ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് നമ്മൾ വീണ്ടും തിരിച്ചു വരും. അതുവരെ നിങ്ങൾ ഈ ഭാഗം നന്നായിട്ട് പഠിക്കുക, വെയിറ്റ് ചെയ്യുക.